ശ്രീലങ്കയിലുള്ള ഒരു ഫേമസ് ചോക്ലേറ്റ് മാനുഫാക്ചറാണ് കാൻഡോസ്. അവരുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് ഈ കാണുന്നത്. ശ്രീലങ്കയിലെ ഒരു ഓൾഡസ്റ്റ് കമ്പനിയാണ് ഈ കാൻഡോസ്. ഇത് 1962 ഉപാലി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സബ്സിഡിയറിയായ സിലോൺ ചോക്ലേറ്റ്സ് ലിമിറ്റഡിന്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയാണ് കാൻഡോസ്. ഒരു ജർമ്മൻ ചോക്ലേറ്റ് എക്സ്പെർട്ടൈസ് ആയ ഹെയ്ൻസ് ഷെല്ലറിന്റെ സഹായത്തോടെ ശ്രീലങ്കയിലെ കാൻഡി ഡിസ്ട്രിക്റ്റിലെ കുന്തസാലെ വില്ലേജിലാണ് ആദ്യമായിട്ട് ഇവർ മാനുഫാക്ചറിങ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ ഈ കാൻഡി ഡിസ്ട്രിക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊക്കോ പ്ലാന്റേഷൻസ്, കൊക്കോ നന്നായിട്ട് വളരുന്ന ഒരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഇത് അവർ ക്യാൻഡി സെലക്ട് ചെയ്തത്. ഇവരുടെ ഇപ്പോൾ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് ചോക്ലേറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ്സ്, ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ്, ചോക്ലേറ്റ് കോട്ടഡ് ട്രീറ്റ്സ്, അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് ബേസ്ഡ് ഡ്രിങ്ക്സ്, കൻവിത ഡ്രിങ്ക് എന്നൊക്കെ പറഞ്ഞ ചോക്ലേറ്റ് ബേസ്ഡ് ഡ്രിങ്ക്സ് ഒക്കെയാണ് ഇവരുടെ പ്രോഡക്ട്സ്, മെയിൻ പ്രോഡക്ട്സ് ഉള്ളത്. അപ്പോൾ ഈ കാൻഡോസിൽ നിന്ന് കിട്ടിയേക്കുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇത് അയച്ചു. അതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ബേസ്ഡ് ട്രീറ്റ്സ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതാണ് ഈ കാണുന്നത് സൂപ്പർ ചോക്ക്. അത് ആക്ച്വലി ബിസ്ക്കറ്റ്, ചോക്ലേറ്റും ബിസ്ക്കറ്റിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മിൽക്ക് ചോക്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ കാഷ്യൂ ചോക്ലേറ്റും അവൈലബിൾ ആണ്. അപ്പം നമുക്കിനി ഓരോന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നത് സൂപ്പർ ചോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. അത് നമ്മുടെ മിൽക്ക് ചോക്കോ കോട്ടഡ് ബിസ്ക്കറ്റ്സ് പറഞ്ഞിട്ടാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത്. ഇത് ഈ ഒരു പാക്കറ്റ് 10 പീസാണ്. ഇങ്ങനത്തെ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലുള്ള 10 പീസ്. ഇങ്ങനത്തെ 5 പീസ് ബിസ്ക്കറ്റ്സിൻ്റെ 2 പാക്കാണ് കേട്ടോ നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് ശ്രീലങ്കൻ റുപ്പീസിൽ കോസ്റ്റ് വരുന്നത് 450 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് 150 റുപ്പീസിന് താഴെയാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്താൽ തന്നെ. ഇനി നമുക്ക് ഇത് അത്യാവശ്യം കാണുമ്പോൾ ഒരു ബോർബോണൊക്കെ മാതിരി ഉണ്ട്. ബാർബണിൻ്റെ ടേസ്റ്റിൽ, പക്ഷേ ഒരു ബോർബോൺ ബിസ്ക്കറ്റൊക്കെ മാതിരിയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. കഴിച്ചു നോക്കിയപ്പോൾ ഇത് സംഭവം അത്യാവശ്യം നല്ല രസമുണ്ട്. ഒരു ഡിഫറെൻറ്റ് ബിസ്ക്കറ്റ് കോട്ടിങ്ങും ഉള്ളിൽ ചെറിയൊരു ചോക്ലേറ്റ് ലെയറും മേലെ ചോക്ലേറ്റ് ലെയറുമായിട്ട് എനിക്ക് കൂടുതലൊരു ബോർബോണിൻ്റെ ടേസ്റ്റ് വിത്ത് കുറച്ചും കൂടെ ചോക്ലേറ്റ് ആയിട്ട് ഫീൽ ചെയ്ത്. അടുത്തതായിട്ട് അവരൊരു മിൽക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതിൽ നെറ്റ് വെയിറ്റ് വരുന്നത് 160 ഗ്രാമിന്, കോസ്റ്റ് വരുന്നത് 1000 ശ്രീലങ്കൻ റുപ്പീസാണ് കേട്ടോ. അത് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് സംഭവം ഒന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഡയറി മിൽക്ക് സിൽക്കിൻ്റെ ഒക്കെ ഒരു സിമിലർ കവറിങ്ങും കാര്യങ്ങളുമാണ് കേട്ടോ ഇതും കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് സംഭവം നോക്കാം. ഇപ്പോൾ ഏകദേശം നല്ല വലിയൊരു മിൽക്ക് ബാർ തന്നെയാണ് ഐറ്റം. ടേസ്റ്റ് വൈസ് നോക്കാം. അപ്പോൾ ടേസ്റ്റ് വൈസ് ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. മിൽക്ക് ചോക്ലേറ്റ് തന്നെ, പക്ഷേ അതിനൊരു വ്യത്യസ്ത ഒരു ഫ്ലേവറിങ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു പ്രത്യേക രസമുണ്ട്. നമ്മുടെ ഒരു ലിൻഡോ അങ്ങനത്തെ ഒരു ഫൈൻ ടൈപ്പ് അല്ല, പക്ഷേ ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ടൈപ്പ്. അതിൻ്റെ ടെക്സ്റ്ററൊക്കെ അത്യാവശ്യം സിൽക്കിൻ്റെ സെയിം ഇതാണ്. ഇനിയും നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു മിൽക്ക് ചോക്ലേറ്റ് തന്നെയാണ്, പക്ഷേ ഇതൊരു 21 കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ എഡിഷനാണ്. അപ്പോൾ ഇതിൽ 110 ഗ്രാമിന് ശ്രീലങ്കൻ റുപ്പീസ് ആയിട്ടുള്ള 820 രൂപയാണ് എൻ്റെ കോസ്റ്റ്. നമ്മളിവിടെ വേറെ മിൽക്ക് ചോക്ലേറ്റ് ചെയ്തു, പക്ഷേ ഇത്രയും പ്രൈസി അല്ല. ഇത് മോസ്റ്റ് പ്രീമിയം ക്വാളിറ്റി ആയിരിക്കണം. ഇനി നമുക്ക് സംഭവം ബ്രേക്കായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് വൈസ് നോക്കാം. നമുക്ക് ടേസ്റ്റ് വൈസ് ഇതിൻ്റെ അല്ലാത്ത മിൽക്ക് ചോക്ലേറ്റിൻ്റെ കാര്യം ഭയങ്കര ഒരു ഡിഫറൻറ്റ് തോന്നിയില്ല. അത്യാവശ്യം സെയിം ടേസ്റ്റാണ്, പക്ഷേ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ഫൈൻ ഒരു ചോക്ലേറ്റ് ടൈപ്പാണ് കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് സ്പെഷ്യൽ ഐറ്റമാണ് കാഷ്യൂനട്ട് ചോക്ലേറ്റ്. അപ്പോൾ എന്നാൽ നമുക്ക് ഇഷ്ടമായ കാഷ്യൂൻ്റെ പിക്ചേഴ്സൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു പാക്കിന് നെറ്റ് വെയിറ്റ് വരുന്നത് 160 ഗ്രാമും. അപ്പോൾ തന്നെ ശ്രീലങ്കൻ കോസ്റ്റ് വരുന്നത് 980 ശ്രീലങ്കൻ റുപ്പീസാണ് കേട്ടോ. അപ്പോൾ എത്രമാത്രം ഇന്ത്യൻ റുപ്പീസാണെന്ന് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ നമുക്കൊരു കൺവേർഷൻ എടുത്തിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒന്ന് ട്രൈ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വേറൊരു ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സിമിലർ ടൈപ്പ് നമ്മുടെ സിൽക്കിൻ്റെ ഒക്കെ മേലുള്ളൊരു കവറിങ്ങും പിന്നെ സിമിലർ ഷേപ്പുമാണ്. പക്ഷെ നമുക്ക് ഇവിടെ കാഷ്യൂസിൻ്റെ പീസസ് കാണാം. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ഡിഫറൻസ്. ഇത് കാഷ്യൂ ചോക്ലേറ്റ് ആണ്. ഇനി നമുക്ക് അത്യാവശ്യം ഫ്രീസ് ചെയ്താൽ തന്നെ നല്ല ഹാർഡായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഐറ്റം. അപ്പോൾ നല്ല റിച്ചാണ് കാഷ്യൂൽ. ഇനി ടേസ്റ്റ് വൈസ് നോക്കാം. അത്യാവശ്യം നല്ല ക്രിസ്പി കാഷ്യൂ ഒക്കെ ആയിട്ട് ടേസ്റ്റ് വൈസ് നല്ല കിട്ടില്ലെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ കിട്ടാൻ എളുപ്പമല്ല. എന്നാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ചാനൽ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.